Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിന്റെ ഓണോ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ തന്നെ വീഡിയോയിലേക്ക്. மழைய குடுக்குமே புதிய எதிரியே வா என்ன எதிர்க்கவே இது தலபதி பேரு கேட்ட விசிலடி இது தலபதி உங்க நெஞ்சு அடிபதி. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിഷിംഗ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രിന്റിംഗ് ടെക്നിക്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഇൻ പബ്ലിഷിംഗ്. അതായത് ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ്, പബ്ലിഷിംഗിലുള്ള ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അതായത് എന്താണ് PDF, എന്താണ് DTP, ഇവയുടെ എക്സ്പാൻഷൻ എന്താണ്, അതുപോലെ DTP സോഫ്റ്റ്വെയർസ് എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഇൻ റൈറ്ററിലെ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ലിബ്രോഫീസ് റൈറ്റർ വാട്ട് ആർ ദ പേജ് ഓറിയന്റേഷൻ. ലിബ്രോഫീസ് റൈറ്ററിൽ പേജ് ഓറിയന്റേഷൻ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഹൗ ദ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ ദോസ് ഓറിയന്റേഷൻ. ഡോക്യുമെന്റിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഓറിയന്റേഷനിലെ ഡോക്യുമെന്റ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് പേജ് ഓറിയന്റേഷൻ. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, പേജ് ഓറിയന്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കീ യൂസ്ഡ് ഫോർ നാവിഗേഷൻ. നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന കീ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓഫ് എ ഡോക്യുമെന്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ടു ഇൻക്ലൂഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എ റൈറ്റർ ഡോക്യുമെന്റ്. അതായത് എന്താണ് ഹെഡർ എന്നും എന്താണ് ഫൂട്ടർ എന്നും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഹെഡറും ഫൂട്ടറും ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മെയിൽ മെർജ് ആൻഡ് റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ഇൻ മെയിൽ മെർജ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് മെയിൽ മെർജ് എന്നും അതുപോലെ തന്നെ മെയിൽ മെർജ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ് ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ എ റൈറ്റർ ഡോക്യുമെന്റ്. റൈറ്റർ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഗ്രാഫിക്സ് ഏതെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് TOC ഓഫ് എ ഡോക്യുമെന്റ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് TOC എൻട്രീസ് ആൻഡ് TOC പേജ്. അപ്പോൾ എന്താണ് ഒരു ഡോക്യുമെന്റിലെ TOC എന്ന് പറയുന്നത്, അതുപോലെ തന്നെ TOC എൻട്രീസും TOC പേജൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ വെബ് ടെക്നോളജി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് CSS ഇൻ എ വെബ് പേജ്. അതായത് ഒരു വെബ് പേജിൽ CSS ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കണ്ടെയ്നർ ടാഗ് ആൻഡ് MD ടാഗ് വിത്ത് എക്സാമ്പിൾസ്. അതായത് എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് MD ടാഗ് എന്നും അവയുടെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്നും അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് വെബ് പേജ് എന്നും അതിൻ്റെ കമ്പാരിസണും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് ആൻഡ് ഫോണ്ട് ടാഗ്. ബോഡി ടാഗിന്റെയും ഫോണ്ട് ടാഗിന്റെയും ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിന്റെ ഓണോ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.